ഹലോ, വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് പി എസ് സി. എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും ടീച്ചേഴ്സ് ക്ലബ് പി എസ് സിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. 2 ദിവസമായിട്ട് വീഡിയോസും മറ്റൊന്നും ഇല്ലായിരുന്നു. ഓക്കെ, ഒന്ന് രണ്ട് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊരു മാഷ് മരണപ്പെടുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ കുറച്ച് കാരണങ്ങളുണ്ട്. മറ്റ് വീഡിയോസും കാര്യങ്ങളും ക്ലാസ്സുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഇന്നും ഞാൻ വന്നിരിക്കുന്നത് പ്രധാനമായിട്ടും പുതിയൊരു അറിയിപ്പ്, ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ടീച്ചർ ആവാൻ ആഗ്രഹിക്കുന്നവർ, എവിടെയാണെങ്കിലും ഒരു ജോലി മതി ഒരു ടീച്ചർ ജോലി മതി എന്ന് ആഗ്രഹിക്കുന്നവർ, ദൂരോട്ടൊക്കെ പോയി വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി, നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ്, ഔട്ട് ഓഫ് ഇന്ത്യ അല്ല, ഇന്ത്യ തന്നെയാണ്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഞാൻ ഒരുപാട് പറഞ്ഞ് വീഡിയോ ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് നോക്കി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതെങ്ങനെയൊക്കെയാണ്, എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പം എന്നും പറയുന്നത് പോലെ തന്നെ എല്ലാവരും, വീഡിയോ കാണുന്ന എല്ലാവരും എന്ത് ചെയ്യുക, ദയവായി നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ ആഗ്രഹിച്ച് നിൽക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾ ധാരാളം ഉണ്ടായിരിക്കും. അവരിലേക്ക് പരമാവധി ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, സംശയങ്ങൾ എല്ലാം നിങ്ങൾ ഈ താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിൽ വിളിച്ച് ചോദിക്കുകയോ, അല്ലെങ്കിൽ മെസ്സേജസിലൂടെയോ, വാട്സപ്പിലൂടെയോ, അല്ലെങ്കിൽ കമന്റ് സെക്ഷനിലൂടെയോ, ലൈക്കായിട്ടോ ഒക്കെ നിങ്ങൾ അറിയിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും പരമാവധി കഴിയുന്ന വിധത്തിൽ ഉത്തരം നൽകുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള എല്ലാ വേക്കൻസികളുടെയും അപ്ഡേറ്റ്സുകൾ അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും ഇത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യുക. ഓക്കെ, അപ്പം നമ്മുടെ KVS നോട്ടിഫിക്കേഷനൊക്കെ ഉടനെ വരും. ജൂൺ 20 കൂടി സ്പെഷ്യൽ എഡ്യൂക്കേറ്ററെ വിളിക്കും. അപ്പൊ അതിനെ തുടർന്നതിന്റെ ബാക്കി ടീച്ചിങ്, നോൺ ടീച്ചിങ് കാര്യങ്ങളെല്ലാം വിളിക്കും. അപ്പൊ അതിന്റെ കോഴ്സും കാര്യങ്ങളെല്ലാം ആരംഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ CTET കോഴ്സ് ഉടൻ തന്നെ ആരംഭിക്കുന്നുണ്ട്. അതുപോലെ ഇപ്പം അഡ്മിഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന RRB റെയിൽവേ ടീച്ചർ, അതുപോലെ തന്നെ HSA നാച്ചുറൽ സയൻസ്, അതുപോലെ HSA ജനറൽ ബാച്ച്, LP UP ലോങ് ടേം, അതിന്റെ ക്ലാസ് ജസ്റ്റ് സ്റ്റാർട്ട് ആയിട്ടേ ഉള്ളൂ. ഒരു ക്ലാസ് ഒക്കെ ആയിട്ടേ ഉള്ളൂ. റെഗുലർ ആയിട്ട് ക്ലാസ് സ്റ്റാർട്ട് ആയിട്ടില്ല. ഇതിലൊക്കെ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ വിളിച്ചു ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം. അപ്പൊ ഒന്നുകൂടെ പറയുന്നത്, തീർച്ചയായിട്ടും താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പം ഇത് നമ്മുടെ വെസ്റ്റ് ബംഗാൾ, പശ്ചിമ ബംഗാൾ, വെസ്റ്റ് ബംഗാൾ സെൻട്രൽ സ്കൂൾ സർവീസ് കമ്മീഷൻ, WBCSSC എന്ന് പറയുന്ന വെസ്റ്റ് ബംഗാളിലെ പബ്ലിക് സർവീസ് കമ്മീഷൻ വിളിച്ചിരിക്കുന്ന പോസ്റ്റുകളാണ്. ടീച്ചർ പോസ്റ്റുകൾ 2025 ടീച്ചർ പോസ്റ്റുകളാണ്. അത് നിങ്ങൾ ഇതേപോലെ ഈ ഒരു അഡ്രസ് ഇത് അവിടെ മുകളിൽ കാണുന്നുണ്ടോ, വെസ്റ്റ് ബംഗാൾ ssc.com/ssco.org, അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ വെസ്റ്റ് ബംഗാൾ SSC.com എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജ് നിങ്ങൾക്ക് കിട്ടും. ഇതിൽ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്ലൈ ചെയ്യുന്നതിനെ കുറിച്ചും മറ്റു കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇതിൽ അറിയാൻ പറ്റും. അപ്പൊ ഇതിൽ ഓരോന്നും, അതായത് നിങ്ങൾ ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന ഈ അസിസ്റ്റന്റ് ടീച്ചറിന്റെ കാര്യം, അപ്പർ പ്രൈമറി ടീച്ചറിന്റെ കാര്യം, അങ്ങനെയൊക്കെ ഉള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ നിന്ന് കിട്ടും. ഇതുവഴി നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ അയക്കുകയും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പം അത് എന്താണെന്ന് ഒന്ന് പറഞ്ഞു തരാം. ഞാൻ എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ എന്നുള്ള കാര്യങ്ങളൂടി ഞാനിവിടെ പറയാം. ജസ്റ്റ് അതിന്റെ വേക്കൻസി നോട്ടിഫിക്കേഷൻ. ഇനി വെസ്റ്റ് ബംഗാൾ എന്ന് കേൾക്കുമ്പോൾ അയ്യോ ബംഗാളി ഭാഷയോ ഹിന്ദി ഭാഷയോ എന്ന് വിചാരിക്കേണ്ട. ഇംഗ്ലീഷിൽ പഠിപ്പിക്കുവാൻ അറിയാവുന്നവർ, ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കുന്നതാണ്, എക്സ്പീരിയൻസ് ഉള്ളതാണ്, അങ്ങനെയുള്ളവർക്കൊക്കെ തീർച്ചയായിട്ടും ഇതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. എല്ലാ മീഡിയക്കാരെയും ഇതിൽ വിളിച്ചിട്ടുണ്ട്, മലയാളം ഒഴികെ. ഓക്കെ, 1,00,000-ഓളം പോസ്റ്റും ഉണ്ട്. ആ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചുകൊള്ളുക. ഓക്കെ, അപ്പം അതിന്റെ ഡീറ്റെയിലിംഗിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, അപ്പം വെസ്റ്റ് ബംഗാൾ ടീച്ചർ സെലക്ഷനിലെ അതാ ഞാനിവിടെ കാണിച്ചു തരാം. നിങ്ങൾ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ എഴുതിയിട്ടുണ്ട് ബംഗാളി മീഡിയം ഉണ്ട്, അതുപോലെ തന്നെ ഇംഗ്ലീഷ് മീഡിയം ഉണ്ട്, ഹിന്ദി മീഡിയം ഉണ്ട്, നേപ്പാളി ഉണ്ട്, ഒറിയ ഉണ്ട്, തെലുഗു ഉണ്ട്, ഉറുദു ഉണ്ട്.
ഓക്കെ, ഉറുദു പഠിച്ചിട്ടുള്ളവർക്ക് പഠിപ്പിക്കുന്നവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ ഹിന്ദി മീഡിയത്തിൽ പഠിപ്പിക്കാൻ പറ്റുന്നവർക്കാണെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ അതിനൊക്കെ ഓരോന്നിനും പല പോസ്റ്റുകൾ, അതായത് പല ഭാഷകളിലെ ടീച്ചറിനെ വിളിച്ചിട്ടുണ്ട്, പല സബ്ജക്റ്റുകളെ വിളിച്ചിട്ടുണ്ട്. മാത്തമെറ്റിക്സ്, അപ്പൊ മാത്തമെറ്റിക്സ് തന്നെ ഈ ഏറ്റവും കൂടുതൽ ബംഗാളി മീഡിയ അവരുടെ സംസ്ഥാനമാണല്ലോ, അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ ആ ഒരു മീഡിയ ആയിരിക്കുമല്ലോ ഉണ്ടായിരിക്കുന്നത്. അതില് മൊത്തത്തില് ഈ ബംഗാളി മീഡിയം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മെയിലും ഫീമെയിലുമായിട്ട് 19,948 ടീച്ചേഴ്സിനെ വിളിച്ചിട്ടുണ്ട് മൊത്തത്തിൽ എല്ലാം കൂടി. ഓക്കെ, അപ്പൊ സബ്ജക്റ്റുകൾ ബംഗാളി, ഇംഗ്ലീഷ്, ഹിന്ദി, ഓക്കെ, ഉറുദു, ഇതൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം. ഹിസ്റ്ററി ഉണ്ട്, മാത്തമെറ്റിക്സ് ഉണ്ട്, ജിയോഗ്രഫി, ഹിസ്റ്ററി, ജിയോഗ്രഫി, ലൈഫ് സയൻസ്, ഫിസിക്കൽ സയൻസ്, അതെല്ലാം ഉണ്ട്. അതിൽ തന്നെ പക്ഷേ ഇംഗ്ലീഷ് മീഡിയം ഒക്കെ വരുമ്പോഴത്തേക്ക് പോസ്റ്റുകളുടെ എണ്ണം കുറവാണ്. ഇപ്പൊ ഇംഗ്ലീഷ് മീഡിയം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് പോസ്റ്റുകൾ മൊത്തം 12 എണ്ണേ ഉള്ളൂ. നമുക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാം, അപ്ലൈ ചെയ്താൽ കിട്ടുകയും ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ ഹിന്ദി മീഡിയത്തിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ഹിന്ദി മീഡിയം മെയിൽ ആൻഡ് ഫീമെയിൽ എല്ലാം കൂടി കൂട്ടിയിട്ട് 289 മൊത്തത്തില് 2251 വേക്കൻസിയാണ് ഹിന്ദി മീഡിയത്തിൽ ഈ പറഞ്ഞ സബ്ജക്റ്റുകൾക്കെല്ലാം വിളിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് അസിസ്റ്റന്റ് ടീച്ചറാണ് കേട്ടോ. 9-10 അസിസ്റ്റന്റ് ടീച്ചറാണ്. ഓക്കെ, രണ്ടാമത്തത്. അപ്പൊ ഇത് മൊത്തത്തില് അസിസ്റ്റന്റ് ടീച്ചർ മൊത്തത്തില് 23,212 വേക്കൻസിയാണ് നോട്ടിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത്ര വേക്കൻസികളുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് അടുത്തതിലേക്ക് വരുമ്പോഴത്തേക്ക് അസിസ്റ്റന്റ് ടീച്ചർ 11-12 +1+2. ഓക്കെ, അതിൽ ഇതേപോലെ തന്നെ എല്ലാം ഉണ്ട്. അക്കൗണ്ടൻസി, അഗ്രികൾച്ചർ, അഗ്രോണമി, ആന്ത്രോപോളജി, അറബിക്ക്. ഓക്കെ, അറബിക് ഉണ്ട്, PG. അതുപോലെ ബയോളജി സയൻസ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, കൊമേഴ്സ് ഉണ്ട്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട്, എഡ്യൂക്കേഷൻ ഉണ്ട്, ഇംഗ്ലീഷ്, എൻവയോൺമെന്റൽ സ്റ്റഡീസ്, ജിയോഗ്രഫി. ഓക്കെ, അപ്പൊ അതിന്റെയൊക്കെ എണ്ണം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അത് ബംഗാളി, ഹിന്ദി, ഇംഗ്ലീഷ് മീഡിയം നോക്കുമ്പോഴത്തേക്ക് കുറവാണ് സീറ്റുകൾ. ഇംഗ്ലീഷ് മീഡിയത്തിൽ കുറവാണ്, എന്നാലും സാരമില്ല. ഹിന്ദി മീഡിയത്തിലൊക്കെ ധാരാളം പോസ്റ്റ് ഉണ്ട്. ഓക്കെ, അതുപോലെ രണ്ടാമതേക്ക് വരുമ്പോഴത്തേക്ക് സബ്ജക്ട് വൈസ് ആണ്. ഹിന്ദി, ഹിസ്റ്ററി, ഹോം മാനേജ്മെന്റ്, ഹോം സയൻസ്, മാത്തമെറ്റിക്സ്, മ്യൂസിക്, ന്യൂട്രീഷൻ, പേർഷ്യൻ, ഫിലോസഫി, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ഫിസിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, സൈക്കോളജി, സാൻസ്ക്രിറ്റ്, സന്താളി, സോഷ്യോളജി, അങ്ങനെ എല്ലാ സബ്ജക്റ്റും വിളിച്ചിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ ഈ ഡേറ്റ ഇപ്പൊ ഞാൻ ഈ കാണിക്കുന്ന ഡേറ്റ ഞാൻ നേരത്തെ കാണിച്ച ആ സൈറ്റിലുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അങ്ങനെ മൊത്തത്തില് 36ഓളം സബ്ജക്റ്റും ലാംഗ്വേജുമായിട്ട് 36ഓളം സെക്ഷനിൽ പോസ്റ്റുകളിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഓക്കെ, അതില് ഈ പറഞ്ഞതില് +1 +2 12,514 വേക്കൻസിയാണ് മൊത്തം വിളിച്ചിരിക്കുന്നത്. അപ്പം അത്തരത്തില് ധാരാളം പോസ്റ്റുകൾ ഇതിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പം അങ്ങനെ ബംഗാളിലൊക്കെ പോയി വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, അവിടെ പോയി സെറ്റിൽ ആവാൻ താല്പര്യമുള്ളവർക്ക്, എന്തായാലും ട്രാൻസ്ഫർ ഒന്നും കിട്ടത്തില്ലല്ലോ, അവിടെയാണല്ലോ വിളിച്ചിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാം. ഹിന്ദി മീഡിയത്തിലും ഇംഗ്ലീഷ് മീഡിയത്തിലും ഒക്കെ പഠിപ്പിക്കുവാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാം. ഓൾ ഇന്ത്യ ലെവലിലാണ് ഇത് വിളിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. എന്തൊക്കെയാണ് ബാക്കിയുള്ള കാര്യങ്ങളെന്ന് ഉള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ, അതും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും, അല്ലെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ദ വെസ്റ്റ് ബംഗാൾ സെൻട്രൽ സ്കൂൾ സർവീസ് കമ്മീഷൻ, ആചാര്യ സദൻ, ഓക്കെ, കൊൽക്കത്ത. ഓക്കെ, അപ്പൊ അതിന്റെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് നിങ്ങൾ വായിച്ചു നോക്കുക, എന്താണെന്നുള്ളതൊക്കെ വായിച്ചു നോക്കുക. ക്വാളിഫിക്കേഷൻസ് 40 വയസ്സ് വരെ പ്രായപരിധി ഉണ്ട്. അതുപോലെ തന്നെ ഗവൺമെന്റ് നോംസ് അനുസരിച്ച് OBC കാറ്റഗറിക്ക് 3 വർഷവും, OBC കാറ്റഗറിക്ക് 3 വർഷവും, SC/ST കമ്മ്യൂണിറ്റിക്ക് 5 വർഷവും ഇളവുണ്ടായിരിക്കും. ഓക്കെ, 40 വയസ്സാണ് ജനറലിന്റെ പ്രായപരിധി എന്ന് പറയുന്നത് കേട്ടോ. ജനറലിന്റെ പ്രായപരിധി എന്ന് പറയുന്നത് 40 വയസ്സാണ്. അതായത് 41 വയസ്സ് ആകുന്നത് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അതിന് ബാക്കിയുള്ള എല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് വായിച്ചു നോക്കുക. എന്തെങ്കിലും ഞാനിത് വായിച്ച് ഓരോന്ന് പറഞ്ഞ് സമയം കളയുന്നില്ല, അത് വീഡിയോയുടെ ലെങ്ത് കൂട്ടുന്നില്ല, നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഇതിന്റെ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് ഡൗൺലോഡ് ചെയ്യുക. താല്പര്യമുള്ളവർ ഡൗൺലോഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക,
അത് വായിക്കുക. ഫീസ് സ്ട്രക്ചറൊക്കെ ഉണ്ട്, ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്ലൈ ചെയ്യുന്നതിന്. ഓക്കെ, പിന്നെ അത് ഓരോന്നിൻ്റെയും അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ്, ആപ്ലിക്കേഷൻ എന്നാണ് അയച്ചു തുടങ്ങേണ്ടത്. അതുപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റ് കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ ഓപ്പണിംഗ് 16 ജൂൺ 16 ജൂണിലാണ് ആരംഭിക്കുന്നത്. ക്ലോസിംഗ് 14 ജൂലൈ, ഏകദേശം ഒരു മാസത്തോളം ഉണ്ട്. ലാസ്റ്റ് ഡേറ്റ് 14 ജൂലൈ ആണ്. ഓക്കെ, പിന്നെ ഇതിന്റെ ഓൺലൈൻ എക്സാം, റിട്ടേൺ എക്സാം എന്ന് പറയുന്നത് ഫസ്റ്റ് വീക്ക് ഓഫ് സെപ്റ്റംബർ 2025, അതായത് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, മൊത്തത്തിൽ ഇപ്പോഴിവിടെ കൂട്ടുകയാണെങ്കിൽ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, 4 മാസം ഉണ്ട്. ഇതിന്റെ സിലബസ് എന്താണ്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, എന്തൊക്കെയാണെന്നുള്ളത് ഒരു വീഡിയോ സെപ്പറേറ്റ് നിങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ട്. അത് ഉടനെ തന്നെ ഇന്നോ നാളെ ആയിട്ട് നിങ്ങൾക്ക് പുതിയൊരു വീഡിയോ അപ്ഡേറ്റ് ചെയ്ത് തരാം, എങ്ങനെ പഠിക്കണമെന്നുള്ള കാര്യം. ഓക്കെ, അപ്പം ഇതിന്റെ ഫീ എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജനറലിന് 500 രൂപയാണ് നമ്മുടെ അസിസ്റ്റന്റ് ടീച്ചർ 9-10 ക്ലാസ്സുകളിലേക്കുള്ളത്. SC STക്ക് 200 രൂപയാണ് PHനൊക്കെ. അതുപോലെ അസിസ്റ്റന്റ് ടീച്ചർ +1 +2 ജനറലിന് 500 രൂപയും SC STക്ക് 200 രൂപയാണ് ഫീ എന്ന് പറയുന്നത്. ഓക്കെ, വളരെ കുറഞ്ഞ ഫീസ് ആണല്ലോ തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇവിടെ കിടപ്പുണ്ട്. ക്വാളിഫിക്കേഷനൊക്കെ നമ്മൾ ജസ്റ്റ് പറഞ്ഞ പോലെ തന്നെയാണ്. ചിലതില് നിങ്ങൾക്ക് CTETന്റെ ഒന്നും ആവശ്യമില്ല. ഓക്കെ, CTETന്റെ ആവശ്യം ഇല്ല. ഓക്കെ കേട്ടോ, CTET ചോദിക്കുന്നില്ല. അപ്പൊ CTET, KTET, സെറ്റോ, നെറ്റോ ഒന്നും വേണ്ട. ഓക്കെ, ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടത് ഡിഗ്രി പ്ലസ് BEd മാത്രം മതി. ഡിഗ്രി പ്ലസ് BEd ആണ് ഇതിന്റെ ബേസിക്. ഈ 2 ടീച്ചർ പോസ്റ്റിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രി പ്ലസ് BEd ആണ്. ഡിഗ്രി പ്ലസ് BEd ആണ് വേണ്ടത്. ഓക്കെ, ഡിഗ്രി പ്ലസ് BEd ആണ്. അതുപോലെ ടെറ്റ് വേണ്ട. അതുപോലെ CTET വേണ്ട. ഓക്കെ, ഉണ്ടെങ്കിൽ നല്ലതാണ്. എസെൻഷ്യൽ ആയിട്ട് അവർ പറയുന്നുണ്ട് PGയോ മറ്റുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അത് താഴെ പറയുന്നുണ്ട്. എസെൻഷ്യൽ ആയിട്ട് ഇപ്പൊ പോസ്റ്റ് ഗ്രാജുവേറ്റ് എസെൻഷ്യൽ ആയിട്ട് അറ്റ്ലീസ്റ്റ് 50% മാർക്ക് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ലതാണെന്നും കൂടി പറയുന്നുണ്ട്. ഓക്കെ, മിനിമം 21 വയസ്സും മാക്സിമം 40 വയസ്സുമാണ് പറയുന്നത് കേട്ടോ. പിന്നെ റിലാക്സേഷന്റെ കാര്യം പറയുന്നുണ്ട്, അതായത് 5 വർഷവും 3 വർഷവും എന്നുള്ളത്. ഓക്കെ, പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏത് മീഡിയത്തിലാണോ എക്സാം എഴുതുവാൻ, ഇംഗ്ലീഷ് ആണോ ഹിന്ദി ആണോ ഏതാണോ എന്നൊക്കെ ഉള്ളത് അത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൊടുക്കാൻ പറ്റും. ലാസ്റ്റ് ടെൻഡേറ്റീവ് ഡേറ്റ് ഒന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. 16/6/2025 5 മണി മുതലാണ് അതിന്റെ കമൻസ്മെന്റ് എന്ന് പറയുന്നത്. ഈ മാസം 16-ാം തീയതി മുതൽ 14/7 അടുത്ത മാസം 14-ാം തീയതി വരെ അപ്ലൈ ചെയ്യാം. ഫീയും അതേ ദിവസം തന്നെയാണ്. 14/7/2025 ഫീസ് അടയ്ക്കേണ്ടത്. ടെൻഡേറ്റീവ് ആയിട്ടുള്ള എക്സാം ഡേറ്റ് ഫസ്റ്റ് വീക്ക് ഓഫ് സെപ്റ്റംബർ 2025. റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത് ഒക്ടോബർ 2025 ആണ്. ഇന്റർവ്യൂ എന്ന് പറയുന്നത് 3rd വീക്ക് നവംബർ ആണ്. പബ്ലിക്കേഷൻ ഓഫ് പാനൽ 24/11, അത് നവംബറിൽ തന്നെയാണ്, 24-ാം തീയതി. അപ്പം ടെൻഡേറ്റീവ് കമൻസ്മെന്റ് ഓഫ് കൗൺസിലിംഗ് ആൻഡ് റെക്കമെൻഡേഷൻ 29/12. അതായത് ഈ വർഷം നവംബറോടുകൂടി 2025 നവംബറോടുകൂടി ഇതിന്റെ എല്ലാ പ്രോസസ്സും കംപ്ലീറ്റ് ആവും. അപ്പൊ നിങ്ങൾ ഇതിന് പ്രിപ്പയർ ചെയ്യാൻ തയ്യാറാണെങ്കിൽ, ഈ ഒരു എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ 2025 തന്നെ നിങ്ങൾക്കൊരു ഗവൺമെന്റ് ടീച്ചറായിട്ട് മാറാം. ഓക്കെ, നിയമനങ്ങൾ ഡിസംബറിൽ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പൊ 2025 തന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സബ്ജക്റ്റിൽ ടീച്ചിങ് പാഷൻ ആയിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിക്ക് ടീച്ചറായിട്ട് മാറാനുള്ള ഒരു നല്ല സുവർണ അവസരമാണ് ഈ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ താല്പര്യമുള്ളവര്
ഓക്കെ, ഇനി കമന്റ് സെക്ഷനിലൂടെയോ അല്ലാതെ നിങ്ങൾ ചോദിക്കരുത് ട്രാൻസ്ഫർ കിട്ടുമോ, ശമ്പള സ്കെയിൽ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചോദിക്കരുത്. കാരണം ഇത് വെസ്റ്റ് ബംഗാൾ സർവീസ് കമ്മീഷനാണ്. അപ്പൊ വെസ്റ്റ് ബംഗാളിലാണ് പോസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം വരുന്നത്. അവിടെയാണ് നിങ്ങൾ പഠിപ്പിക്കേണ്ടത്, അവിടെ ആയിരിക്കും നിങ്ങൾ ജീവിക്കേണ്ടത്. ഓക്കെ ഓക്കെ, ഇത് മീൻസ് വെക്കേഷൻ ടൈമിൽ നാട്ടിൽ വരാൻ പറ്റും, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പം ഒരുപാട് പോസ്റ്റുകൾ, എല്ലാ പോസ്റ്റ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഉൾപ്പെടെ വർക്ക് ടീച്ചർ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഇതിൽ വിളിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അപ്പം 16-ാം തീയതി മുതൽ ഇത് അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം വരും. അപ്പൊ തയ്യാറായിരുന്നോളൂ, പഠിക്കുവാൻ ആഗ്രഹമുള്ളവർ പഠിച്ചു തുടങ്ങിക്കോളൂ. ഇതിന്റെ സിലബസ് എന്താണ്, എങ്ങനെയാണ് ഇതിന്റെ കട്ട് ഓഫ് നിശ്ചയിക്കപ്പെടുന്നത്, ഇതിന്റെ മറ്റുള്ള കാര്യങ്ങൾ, പരീക്ഷ എങ്ങനെയായിരിക്കും, ഏത് ലെവൽ ഓഫ് എക്സാംസ് ആണ്, നമ്മൾ സാധാരണ നിങ്ങൾ ഒരു ടീച്ചിങ് ലെവൽ ഓഫ് എക്സാംസിന് പഠിക്കുന്ന, KVSന് പഠിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ HSIക്ക് പഠിക്കുന്നത് പോലെയോ HSTക്ക് പഠിക്കുന്ന അതേ സെയിം സാധനങ്ങൾ തന്നെയാണ് ഇതിലും പഠിക്കേണ്ടത്. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഉടൻ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി ഇടുക, വരും. ഇതിന് ഒരു ബാക്കപ്പ് എന്തായാലും നമ്മൾ തരുന്നതായിരിക്കും. അപ്പൊ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, ഇതല്ലാതെ ഞാൻ ഈ പറഞ്ഞ ട്രാൻസ്ഫർ ഉണ്ടാകുമോ, സാലറിയുടെ കാര്യം, സാലറിയൊക്കെ നമ്മുടെ സ്റ്റേറ്റ്, കേരള സ്റ്റേറ്റിനേക്കാളും കൂടുതൽ, അതായത് KVSന്റെ ഒക്കെ സാലറിയാണ് ഇതിൽ വരുന്നത്. ഓക്കെ, അതുകൂടെ ഞാൻ പറയാം. ഓക്കെ, അപ്പം അതൊക്കെ മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഇതിനെപ്പറ്റി പറയാനായിട്ടുള്ളത്. അപ്പൊ ഞാൻ നേരത്തെ കാണിച്ച ആ വെബ്സൈറ്റ് വഴി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ എല്ലാ കാര്യങ്ങളും, ഈ വെബ്സൈറ്റിൽ നിന്ന് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ പറ്റും. നോട്ടീസും കാര്യങ്ങൾ താണ്ട് ഓരോന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കാര്യങ്ങൾ ഡൗൺലോഡ് ചെയ്താണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചു തന്നിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഓരോന്നും നോക്കി കണ്ടുപിടിക്കാൻ പറ്റും. ജസ്റ്റ് ഈ വെസ്റ്റ് ബംഗാൾ SSC.com എന്ന് മാത്രം കൊടുത്താൽ മതി, ഇത് കിട്ടും. ഓക്കെ, അത് നിങ്ങൾക്ക് എല്ലാം കണ്ടുപിടിച്ചിട്ട് നിങ്ങൾക്ക് 16-ാം തീയതി മുതൽ ഇത് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ അയക്കാൻ താല്പര്യമുള്ളവര് ഒക്കെ എന്ത് ചെയ്യുക, അയക്കണം. അതിലെഴുതി ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോഴേ വർക്ക് ചെയ്ത് തുടങ്ങുക. സൈക്കോളജിയും ബാക്കി നിങ്ങളുടെ സബ്ജക്റ്റും ഒക്കെ നന്നായിട്ട് പഠിച്ചു തുടങ്ങുക. ഓരോ സബ്ജക്ട് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു, ഇതിൽ കിട്ടും. ഓക്കെ, ഈ രണ്ടാമത്തെ ലിസ്റ്റ് ഇത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ആ കാര്യങ്ങളെല്ലാം കിട്ടും. ജസ്റ്റ് കാണിച്ചു തരാം ഞാൻ. ഇതല്ല, ഇത് മുമ്പത്തെ അപ്പോയിന്റ്മെന്റും കാര്യങ്ങളൊക്കെയാണ്. സോറി, താഴെ ആയിപ്പോയി. ഇവിടെ കണ്ടോ, ഇതാണല്ലോ നിങ്ങൾ കാണിച്ചു തരുന്നത്. ഈ സാധനങ്ങളെല്ലാം ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് എടുക്കാൻ പറ്റും. ഡൗൺലോഡ് നോക്കിയിട്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ, നിങ്ങൾക്ക് സ്വന്തം നാട് വിട്ടു പോകാൻ താല്പര്യമില്ലെങ്കിൽ, ഓക്കെ, ഹരിതാഭയും പച്ചപ്പൊക്കെ ആണ് മനസ്സിലെങ്കിൽ, ഇത് ആഗ്രഹിക്കാത്ത, അങ്ങനെ ഇല്ലാത്ത, നിങ്ങളോടൊപ്പം പഠിച്ച, നിങ്ങൾക്ക് അറിയാവുന്ന സുഹൃത്തുക്കളുണ്ടായിരിക്കും, കൂട്ടുകാരുണ്ടായിരിക്കും, ബന്ധുക്കളുണ്ടായിരിക്കും, അവരിലൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കൊന്നും അറിയത്തില്ലായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്നുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുക കൂടി ചെയ്യുക. ഉറപ്പായിട്ട് ഞാൻ പറയാം, പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ 2025 ഡിസംബറോട് കൂടി ഒരു ടീച്ചറായിട്ട് മാറാനുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റീസ് ആണ്, നഷ്ടപ്പെടുത്തരുത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിലൂടെയോ വിളിച്ചൊക്കെ അന്വേഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു. വന്ദേ മാതരം. ജയ് ഹിന്ദ്.